പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NIS+2 ഹ്യൂമാനിറ്റീസിൽ അല്ലെങ്കിൽ കൊമേഴ്സിൽ വരുന്ന എക്കണോമിക്സ് കോഡ് നമ്പർ 318 ന്യൂ സിലബസ് ആണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അവിടുന്ന് അങ്ങോട്ടുള്ള ബാച്ചിലൊക്കെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ പുതിയ സിലബസും പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഴയത് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ 60% മാത്രം എക്സാമിന് പഠിച്ചാൽ മതി, 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പഴയ രീതിയിൽ തന്നെ മുഴുവൻ ചാപ്റ്ററും പഠിക്കണം. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറും പഴയ മോഡലിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ എക്കണോമിക്സിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റർ, അതിൻ്റെ മാർക്ക് സിസ്റ്റം, എക്സാം ടൈം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത്. എക്കണോമിക്സ് എന്ന പേപ്പർ നമുക്ക് ഹ്യൂമാനിറ്റീസിന് കൊടുക്കാം, അതേപോലെ തന്നെ കൊമേഴ്സിനും കൊടുക്കാം. ഇതൊരു കമ്പൽസറി പേപ്പർ അല്ല, നിർബന്ധമല്ല. ഓക്കെ, നമ്മളിപ്പോൾ കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ, ഈ രീതിയിലാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള 5 വിഷയം വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 6 വിഷയമായിട്ട് നമുക്ക് എടുക്കുന്നത്. എന്നാൽ ചില വിദ്യാർത്ഥികൾ എക്കണോമിക്സ് കൊടുക്കാറുണ്ട്, പക്ഷേ അത്തരം വിഷയങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഇതൊരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ മെൻ്റൽ എബിലിറ്റി അനുസരിച്ച് വർക്കൗട്ട് ചെയ്യാനുള്ള പ്രയാസങ്ങളുണ്ടാകും. ഒരു തിയറി പേപ്പറും ഒരു പ്രോബ്ലം പേപ്പറും ഡീൽ ചെയ്യുന്നത് രണ്ടും വ്യത്യസ്തമാണ്. പലരും ഓൺലൈൻ ക്ലാസ് കിട്ടി പഠിക്കുന്നതാണ്. അപ്പോൾ പരമാവധി നമ്മൾ പേപ്പർ കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള പേപ്പറുകൾ പരമാവധി ഒഴിവാക്കണം. ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് എടുത്തുപോയ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സിലബസുകളും ക്ലാസ്സുകളും അവതരിപ്പിക്കുന്നത്. ഇനി മുതൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ +2 ആയിക്കോട്ടെ, മറ്റേതെങ്കിലും +2 ആയിക്കോട്ടെ, SSLC ആയിക്കോട്ടെ, അതിലൊക്കെ എക്കണോമിക്സ് എന്നുള്ള വിഷയം നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. അത് ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും നിർബന്ധമില്ല. അതല്ലാതെ ഇഷ്ടംപോലെ വിഷയങ്ങൾ നമുക്ക് PSC അപ്രൂവ്ഡ് ഉണ്ട്, അത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതിന് മൊത്തം 29 ലെസൺ ആണ് വരുന്നത്. ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഗൈഡ് പഠിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് TMA 11 ലെസണാണ്. TMA എന്ന് പറഞ്ഞാൽ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ആണ്. അസൈൻമെന്റിന് നമുക്ക് മാർക്ക് വരുന്നത് അതിൽ 11 ലെസൺ. അസൈൻമെന്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ 11 ലെസണാണ്. പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് 60%, മൊത്തം സിലബസിന്റെ 60% ഏകദേശം 18 ലെസൺ മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ആ 18 ലെസൺ മാത്രം നമ്മൾ പുതിയ മെത്തേഡ് പ്രകാരം ക്ലാസ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ആ ലെസൺ ഏതാണെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഗൈഡ് മറിച്ച് നോക്കി അതിൻ്റെ ആദ്യത്തെ പേജിൽ ടിക്ക് ഇട്ടേക്കാം. ലെസൺ 8 മുതൽ 1 മുതൽ 7 വരെയുള്ള ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമില്ല. 8, 9, 10, 11, 13, 15, 16, 18, 19, 20, 21, 22, 24, 25, 26, 27, 28, 29, 18 ലെസൺ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇനി ഇതിൻ്റെ മാർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് മൊത്തം 100 മാർക്കിൻ്റെ ഒരു പേപ്പറാണ്. 80 മാർക്കാണ് നമുക്ക് എഴുത്ത് പരീക്ഷ. ഏതൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും അതിന് 33% പാസ് മാർക്ക്. എഴുത്ത് പരീക്ഷ അസൈൻമെന്റ് മാർക്ക് കൂട്ടാതെ എഴുത്ത് പരീക്ഷ 33% നമ്മൾ 80ന്റെ 33%, 26 മാർക്ക് വിദ്യാർത്ഥി എഴുതി പാസ്സാണ്. അതിൽ അസൈൻമെന്റ് മാർക്ക് കൂട്ടൂല. അസൈൻമെന്റ് മാർക്ക് സെപ്പറേറ്റ് 20 ആണ്. അങ്ങനെ 80 + 20 100 ആണ്. ഇനി ഒരു വിദ്യാർത്ഥി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കും, ചില പ്രത്യേക കാരണം, ആ വിദ്യാർത്ഥിക്ക് തിയറി 100 തന്നെ ആയിരിക്കും. ഓക്കെ, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്ക് തിയറി 100 തന്നെ ആയിരിക്കും തിയറി. ആ വിദ്യാർത്ഥിക്ക് പാസ്സാനുള്ള മാർക്ക് 33 ആണ്, അവിടെ 26 അല്ല. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് 80 മാർക്ക് എഴുത്ത് പരീക്ഷ, പാസ് 26. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്ക് തിയറി 100, അതിന്റെ 33% പാസ്, 33 മാർക്ക് വേണമെന്നതാണ്. 3 മണിക്കൂറാണ് എക്സാം. ഉച്ചയ്ക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയാണ് എക്സാം. തിയറി എക്സാം നമ്മൾ അഡ്മിഷൻ എടുത്ത സമയത്ത് രണ്ടാമത് കൊടുക്കുന്ന സെന്ററിലാണ് മിക്കവാറും. ആദ്യത്തെ സെന്റർ എപ്പോഴും പ്രാക്ടിക്കൽ സെന്റർ ആയിരിക്കും. രണ്ടാമത്തെ സെന്ററാണ് തിയറി സെന്റർ വരുന്നത്. അത് 2:30 2:15 മുതൽ 2:30 വരെ കൂൾ ഓഫ് ടൈം ആയിരിക്കും. 2:30 മണി മുതൽ 5:30 മണി വരെ 3 മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും. ഇതിന്റെ സമയത്തിന് മാറ്റം ഉണ്ടാവില്ല എന്നതാണ് പറയുന്നത്. എക്സാം ഏകദേശം നടക്കുന്നത്
ഏപ്രിൽ ബാച്ചാണ്. ഏകദേശം ഏപ്രിൽ പകുതി ആകുമ്പോൾ ഇതിൻ്റെ എക്സാം ഉണ്ടാവും. ഒക്ടോബർ ബാച്ച് ആകുമ്പോഴും ഒക്ടോബർ പകുതി ആകുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ പേപ്പറിൻ്റെ എക്സാം വരാറുള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി വരുന്ന വീഡിയോസിൽ എക്കണോമിക്സിന്റെ മുഴുവൻ ചാപ്റ്ററും പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്ററുകൾ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ അനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ NISന്റെ SSLC +2 അഡ്മിഷൻ കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും വളരെ കുറഞ്ഞ ഫീസിൽ 1 മാസം കൊണ്ട് SSLC +2, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, അത് നാട്ടിലുള്ളവരായിക്കോട്ടെ ഗൾഫിലുള്ളവരായിക്കോട്ടെ അവർക്കൊക്കെ ഓൺലൈൻ ക്ലാസ് നമ്മൾ നൽകുന്നുണ്ട്. ഇനി ഒരാൾക്ക് എക്സാമിന് പോകാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി ബോസ് എഡ്യൂക്കേഷൻ്റെ ബോർഡിൻ്റെ കീഴിൽ നമ്മൾ +2 SSLC കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ IGNO പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.